പണ്ട് മുതലേ എനിക്കുള്ള സംശയമാണ്, നിങ്ങൾക്കുണ്ടോ എന്ന് അറിയില്ല. തണുത്ത് മരവിച്ച അന്റാർട്ടിക്കയിൽ പെൻഗ്വിനുകളുടെ മുട്ട എങ്ങനെയാണ് വിരിയുക? ഇതായിരുന്നു സംശയം. ഈ സംശയത്തിനുള്ള ഒരു ഉത്തരം, പല പെൻഗ്വിനുകളും ശൈത്യകാലത്ത് പ്രജനനം നടത്തുന്നില്ല എന്നതാണ്. പക്ഷേ ഹിന്ദിയിലൊരു പാട്ടുള്ളതുപോലെ മോസം ഹെ ചാർ പാഞ്ച്വാ ഹെ പ്യാർ എന്ന രീതിയിൽ പ്യാറിന് അതായത് ഭൂമിയിൽ 4 കാലാവസ്ഥകളെ ഉള്ളൂ. 5ാമത്തെ കാലാവസ്ഥ പ്യാറാണ്. അത് ഏത് സമയത്തും വരാം. അങ്ങനെ വരുന്ന ഒരു പെൻഗ്വിൻ ഉണ്ട്, എംപറർ പെൻഗ്വിൻ. അവരുടെ പ്രജനനം സംഭവിക്കുന്നത് ശൈത്യകാലത്ത് തന്നെയാണ്. പക്ഷേ മുട്ടയിട്ട് പെണ്ണുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി അലയും. ആ സമയത്ത് ഭക്ഷണ ദൗർലഭ്യവും പെൻഗ്വിനുകൾ അന്റാർട്ടിക്കയിൽ അനുഭവിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പെൻഗ്വിനുകളിൽ ഡാഡ് സർവീസ് ആണ്. അതായത് അച്ഛന്മാരാണ് മുട്ടകൾ വിരിയിപ്പിച്ചെടുക്കുന്നത്. അതും ചില്ലറ ദിവസങ്ങളല്ല, 4 മാസം. മുട്ട വിരിയുമ്പോഴത്തേക്കും കാലാവസ്ഥ മാറിയിരിക്കും. ഇനി മുട്ട തണുത്തുറഞ്ഞ് ഐസ് കട്ടയാകാതെ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു എന്നല്ലേ? അച്ഛൻ പെൻഗ്വിന്റെ വയറിനുള്ളിൽ ഒരു ഫ്ലാപ്പ് ഉണ്ട്. അതിനെ ബ്രൂഡ് പൗച്ച് എന്നാണ് വിളിക്കുന്നത്. ഇത് മുട്ടയെ സംരക്ഷിക്കുന്നു. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, പെൻഗ്വിന്റെ ഒരു കാലിൽ മുട്ടയെ കലാപരമായി സന്തുലിതമാക്കി സർക്കസുകാരനെ പോലെയോ മറ്റോ ഈ ബ്രൂഡ് പൗച്ചിൽ അമർത്തി തൂവലുകളുടെ ഒരു ഫ്ലീസി മടക്കുകൊണ്ട് മുട്ടയെ മൂടും. ഈ തരത്തിൽ വിരിയാൻ പോകുന്ന സന്തതികളെ പൂർണ്ണമായും പുറം ലോകത്തു നിന്ന് ഇൻസുലേറ്റ് ചെയ്താണ് എംപറർ പെൻഗ്വിൻ മുട്ട വിരിയിച്ചെടുക്കുന്നത്. അല്ല, പെൻഗ്വിൻ ഡാഡ്. മുട്ട വിരിയിപ്പിച്ചെടുത്തതിനു ശേഷം പെൻഗ്വിൻ ഡാഡ് പറയും, വേണമെങ്കിൽ ചക്ക വേറ്റിലും കായ്ക്കുമെന്ന്.